എല്ലാവരും എന്തെടുക്കുവാണോ? ചോറൊക്കെ ഉണ്ടോ എല്ലാവരും? ഞങ്ങൾ ചോറുണ്ണാൻ പോകുന്നതേ ഉള്ളൂ. ഇന്ന് വെയിലൊക്കെ അല്ലായിരുന്നു ഭയങ്കര, അതുകൊണ്ട് തുണിയെല്ലാം ഒത്തിരി ഉണങ്ങാനുണ്ടായിരുന്നു. അതെല്ലാം ഉണങ്ങി. ഇന്നലെ വിറക് പെറുക്കി ആരും പറഞ്ഞില്ലേ, അത് കുറേ എല്ലാം ഉണങ്ങി വെച്ചു. പിന്നെ ചില്ലറ പണികളൊക്കെ കിടന്നു. കുളിയെല്ലാം കഴിഞ്ഞു. ഇനി വായനയ്ക്ക് പോകണം. തൊട്ടപ്പുറത്താണ് ഇന്ന് വായന. നമ്മുടെ വീടിനോട് ചേർന്നിരിക്കുന്ന വീട്. അതെൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലാണ്. അവിടെയായിരുന്നു വായന. അവിടെ പോകണം. പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, അമ്മ എന്നാ ഉച്ചയ്ക്കത്തെ ഊണ് മാത്രം എന്താ ഇടുന്നത്, വേറെയും കൂടെ ഒക്കെ ഇടാമേ? വേറെ ഞാൻ എന്താ ഇടേണ്ടത്? നിങ്ങൾ പറ. ഞാൻ എന്താ വൈകിട്ടത്തെ ഊണിൻ്റെയോ രാവിലത്തെ കാപ്പിയുടെയോ, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ പറ എന്നാ എന്താ കാണിക്കണ്ടേ, അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം എന്താ എടുക്കണ്ടേ എന്നുള്ള വിവരം. പിന്നെ എല്ലാവരും എന്നോട് നല്ല രീതിയിൽ തന്നെ എനിക്ക് കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ പറഞ്ഞു. പിന്നെ എല്ലാവരും എൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ എല്ലാം മറുപടി പറയുന്നുണ്ട്. പക്ഷേ ആരും അതൊന്നും കേൾക്കുന്നുണ്ടോ എനിക്കറിയില്ല. എന്നും ചോദിക്കുന്നുണ്ട്. എൻ്റെ വീട് ചങ്ങനാശ്ശേരിയിലെ ഇത്തിത്താനം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. കോട്ടയം ജില്ലയാണ്. ചങ്ങനാശ്ശേരി, കോട്ടയം, ഇത്തിത്താനം എന്ന സ്ഥലത്ത്. തിത്താനം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇത്തിത്താനം ഉണ്ട്. ഇത്തിത്താനം എന്ന് പറഞ്ഞാൽ പൊൻപുഴ. അതാണ് ഞങ്ങളുടെ കറക്റ്റ് സ്ഥലം. പൊൻപുഴയിലാണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് പിന്നെ എൻ്റെ വീട്ടിലെ എല്ലാവരും കാണിക്കാൻ പറയും. ചേട്ടനെ കണ്ടിട്ടുണ്ട് എല്ലാവരും, മരുമോളെ കണ്ടിട്ടുണ്ട്, കുഞ്ഞുമാവെ കണ്ടു, മൂത്ത മോനെ കണ്ടു. പിന്നെ കുഞ്ഞേനെ മാത്രമേ കാണാനുള്ളൂ. അവനിവിടെ ഇല്ല. അവൻ ബാംഗ്ലൂരാണ്. അവൻ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നുകൊണ്ടുള്ള വീഡിയോ എടുത്ത് കാണിക്കാം. ഇനിയിപ്പോൾ നമുക്ക് ചോറുണ്ടേക്കാം. ചോറെടുക്കട്ടെ. ചോറെടുക്കുവാണേ. ചോറെടുത്തു. ഇന്ന് എല്ലാം കൂടെ, അതായത് ഇച്ചിരി കറി പച്ചക്കറിയുടെ എല്ലാം കൂടി ഇരുന്നുകൊണ്ട് എല്ലാം കൂടി കൂട്ടിയിരുന്നൊരു കൂട്ടുകറി പോലെ ഞാനങ്ങ് വെച്ചു. അവിയലുമല്ല, എന്നാൽ പുളിശ്ശേരിയല്ല, പുളിങ്കറിയല്ല, ഒന്നും അല്ലാത്ത രീതിയിൽ. അതാകുമ്പോഴത്തേന് ഇച്ചിരി എല്ലാവർക്കും ഇച്ചിരി കൂട്ടാൻ നല്ലതല്ലേ, അത് വെച്ചു. പിന്നത്തെ ബീട്രൂട്ടാണ്. ഇതുണ്ടോ, ബീട്രൂട്ട് മെഴുക്കുവരട്ടി വെച്ചു. തോരനോട് വലിയ താല്പര്യമില്ല ആർക്കും. മെഴുക്കുവരട്ടിയാണെങ്കിൽ കൂട്ടിക്കോളൂ. വേണ്ടേ, ഇത് എനിക്കല്ല ഈ ചോറെടുക്കുന്നത്, ഇത് ദേവുവിനാണ് കേട്ടോ. എന്നുവെച്ചാൽ ഞാൻ പിന്നെ ഉള്ളത് കണ്ടോ, ചെമ്മീൻ പൊടിയാണ്. ഉണക്ക ചെമ്മീൻ മേടിച്ച് പൊടിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കല്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. എനിക്കത് കുറച്ച് മതി. അവർക്കും വലിയ ഇഷ്ടമല്ല മീൻ, വലിയ ഇപ്പം താല്പര്യമില്ല. പിന്നെ പപ്പടം, ഇന്നലെ ആരുടെ പപ്പടം മൂപ്പിക്കണേന്ന് പറയുന്നത്. ഇന്ന് നല്ല പപ്പടമൊക്കെ മൂപ്പിച്ചെടുത്തേക്കുന്നത്. പിന്നെ അച്ചാറുണ്ട്. പിന്നെ അങ്ങനെ ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇച്ചിരി ഇന്നലത്തേക്ക് ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഒരുപാട് കറി ഇന്ന് ഈ രണ്ട് കൂട്ടേ വെക്കുന്നുള്ളൂ. അന്നേരം ഉണക്കമീൻ ഇച്ചിരി ഇരുന്ന കാരണം അതെടുത്ത് പൊടിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ എല്ലാവരും സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും ഓടി വാ, നമുക്ക് ചോറുണ്ണാം. മക്കളെല്ലാം എന്ത് എന്നെ എടുക്കുവാണോ? ഓടിവായോ.